ആസ് എ ഫൗണ്ടർ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്, സാമർഥ്യമുണ്ട്. നിങ്ങൾ ആരംഭിച്ച പ്രോജക്റ്റ് നിങ്ങളെക്കൊണ്ട് നടത്തിക്കാൻ കഴിയും. നിങ്ങൾക്ക് ലീഡർഷിപ്പ് എന്ന പൊസിഷനിൽ ഇരുന്ന് മറ്റുള്ളവരെ വെച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും എന്നുള്ള ദൃഢമായ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ഗൈഡൻസ് ആവശ്യമില്ല. നിങ്ങൾ സമർത്ഥരായതുകൊണ്ടാണ് നിങ്ങൾ ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. ജയിക്കാനായി ജനിച്ചവനാണ് നിങ്ങൾ. അതുകൊണ്ട് മനസ്സ് ദൃഢമായി വെച്ചുകൊണ്ട് നിങ്ങൾ എടുത്ത കാല് മുന്നോട്ട് പോവുക. മറ്റേക്കാൽ നിങ്ങളെ പിന്തുടരും. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക. കാരണം എല്ലാം ഒരു ഫൈറ്റ്, നിങ്ങളിൽ ഒരു ഫൈറ്റ് ആണ് ഈ ബിസിനസ്. ആ ഫൈറ്റിൽ നിങ്ങൾ വിജയിക്കാൻ ശ്രമിക്കുക. അതേമാതിരി നിങ്ങൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഞാൻ ശക്തനാണ്, ഞാൻ നോളജബിൾ പേഴ്സണാണ്, ഞാനൊരു ബിസിനസ് തുടങ്ങാൻ വന്ന ഒരു ഫൗണ്ടറാണ്, എനിക്ക് ആരുടെയും ഒരു സഹായം ആവശ്യമില്ല, ഞാനതിന് പ്രഗത്ഭനാണ് എന്നുള്ള രീതിയിലുള്ള മനോവിശ്വാസം നിങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ താനേ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്ത് തുടങ്ങും. ഇതില്ലാതെ നിങ്ങൾ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആദ്യം നിങ്ങളാണ് ഒരു ബ്രാൻഡ്. കമ്പനിയെ റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങളാണ്. നിങ്ങളൊരു വിശ്വാസം, ട്രസ്റ്റും ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ കമ്പനി വളരൂ. അത് നിങ്ങളെ ട്രസ്റ്റായിട്ട് ക്രിയേറ്റ് നിങ്ങൾ റോൾ മോഡലായിട്ടായിരിക്കണം മറ്റുള്ളവരുടെ മുന്നിലിരിക്കുന്നുണ്ട്. നിങ്ങൾ റോൾ മോഡലാകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പിന്തുടരും. നിങ്ങൾക്ക് വേണ്ട റെസ്പെക്റ്റ് ലഭിക്കും. വിശ്വസനീയം ആണ് കമ്പനിയുടെ അടിത്തട്ടായിട്ട് വളർത്തിയെടുക്കേണ്ടത്. എക്കാരണവും ഓർഗനൈസേഷൻ പൊളിറ്റിക്സിൽ ഒന്ന് ചാടാൻ പാടില്ല. കൂടുതൽ നെറ്റ്വർക്ക് ആൾക്കാരായി ചെയ്യുക. അവരെടുത്ത ഐഡിയകൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങളുടെ ഐഡിയ മറ്റുള്ള സ്റ്റാഫിനെ പങ്കുവെക്കുന്ന മുമ്പ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് ആ ഐഡിയയെക്കുറിച്ച് വിലയിരുത്തിയിട്ട് നിങ്ങൾ നടപ്പാക്കുവാൻ മാത്രമാണ് അവരോട് അഭ്യർത്ഥിക്കേണ്ടത്. അതല്ലാതെ അവരുമായിട്ട് നിങ്ങളുടെ ഐഡിയ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അനാലിസിസ് ബിക്കം പരാലിസിസ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. സോ അക്കാര്യം കൊണ്ട് നിങ്ങൾ എക്കാരണം കൊണ്ടും നിങ്ങളുടെ ഐഡിയാസ് നിങ്ങളുടെ സ്റ്റാഫിനോടല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിലുള്ള പല ബിസിനസ് ആളുകളുമായിട്ടും പ്രൊഫഷണൽസ് ആളുകളുമായിട്ടും ആ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുമായിട്ടുമാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. എന്നുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു വിശ്വാസം ലഭിക്കും. പറഞ്ഞു വന്നാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങൾ ഒരു കണ്ണാട മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ, നിങ്ങളുടെ പ്രവർത്തന രീതി, നിങ്ങൾ ചെയ്ത ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും നിങ്ങൾ എത്ര കണ്ട് ഉയർന്ന ഒരാളാണ്. നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, നിങ്ങൾ മരം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു, മറ്റാളെ മരം വെപ്പിക്കാൻ പറയുന്നു, അല്ലെങ്കിൽ മരത്തിൽ വെക്കുന്നതിൻ്റെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മരം വയ്ക്കുന്നവർക്ക് ചെറിയ പൈസ കൊടുത്ത് ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ നിങ്ങളെപ്പറ്റി തന്നെ ഒരു വലിയൊരു ചിന്താഗതി വരും. അതാണ് ആദ്യമായിട്ട് സെൽഫായിട്ട് ഗ്രോ ചെയ്യാനുള്ള മെയിൻ സ്റ്റെപ്പ്. അത് കൂടാതെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബിസിനസ് മാഗസിൻ വായിക്കണം, അതുമാതിരി പത്രങ്ങൾ, ബിസിനസ് റിലേറ്റഡ് ന്യൂസ് വായിക്കണം, പോസിറ്റീവ് ന്യൂസുകൾ വായിക്കണം, പോസിറ്റീവ് കോട്ട്സുകൾ വായിക്കണം. ഇതെല്ലാമേ നമുക്ക് വന്നിട്ട് നമ്മളെ ഉള്ളിൽ തന്നെ നമ്മളൊരു വലിയ ആളാണ് എന്നുള്ള ചിന്ത നമുക്ക് വരും. ഇതിലുള്ള അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലും. ഞാനും ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ മുകളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിട്ട് ഞാൻ പല ഇൻഡസ്ട്രീസിലും വർക്ക് ചെയ്തത്. ഇനി ഞാൻ പറയാനുള്ളത് അടുത്തത് TGL കഴിഞ്ഞ പിന്നെ ഒരു നോൺ ഫോസ്ഫേറ്റ് കമ്പനി പോയിട്ട് എങ്ങനെയാണ് ആ നോൺ ഫോസ്ഫേറ്റിനെ ഞാൻ മാർക്കറ്റ് ചെയ്തതെന്നുള്ള എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് വിരവിൽ പങ്കുവയ്ക്കുന്നതാണ്. താങ്ക് യു.